ഹലോ പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മളുള്ളത് ഗുംബസിലാണ്. മൈസൂർ ടൗണിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണത്തുള്ള ഈ ഗുംബസിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് കവാടം. ആ കവാടത്തിലൂടെ നോക്കിയാൽ കാണുന്ന മനോഹരമായ മീനാരത്തോടു കൂടിയുള്ള ബിൽഡിംഗാണ് ഗുംബസ്. ഒരു അടിപൊളി പുൽത്തകിടിക്കും ഗാർഡനൊക്കെ നടുവിലായിട്ടാണ് ഗുംബസ് സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ഖബറടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുംബസ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ ടിപ്പു സുൽത്താൻ മരണപ്പെടുകയും ടിപ്പു സുൽത്താനെ ഇവിടെ തന്നെ മറവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്തിരുന്നത്. അത് പ്രകാരം ഈ ഗുംബസിൻ്റെ ഉള്ളിൽ ടിപ്പു സുൽത്താൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഖബറാണുള്ളത്. ഈ ഗുംബസിൻ്റെ വരാന്തകളിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ, പേരമക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ് അതിൻ്റെ വരാന്തകളിലൊക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ്. അതിൻ്റെ അടുത്ത് പേരും എഴുതി കുത്തിവെച്ചിട്ടുണ്ട്. ഓരോ ഖബറിൻ്റെ അടുത്തും അവരവരുടെ പേര് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഖബർ. ടിപ്പു സുൽത്താൻ്റെ ആ മഞ്ഞയും ടിപ്പു സുൽത്താൻ്റെ ഉപ്പാൻ്റെ ആ ചോപ്പയും പച്ച കളറിലുള്ളത് ഉമ്മാൻ്റെയും ഖബറുകളാണ്. ഈ ഗുംബസിൻ്റെ പുറത്തായും കൊണ്ട് ഒരുപാട് ഖബറുകൾ കാണാം. അതൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ഒക്കെ ഖബറുകളാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇവരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീം. അപ്പോൾ അവരെയും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താണ്, ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ.